ഇത് മൂക്കുത്തല ഭഗവതി ക്ഷേത്രം. മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളത്തിനടുത്ത് മൂക്കുത്തല എന്ന ഗ്രാമത്തിലാണ് ഈ വ്യത്യസ്തമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുക്തിസ്ഥലേശ്വരം എന്ന വാക്ക് ലോപിച്ചാണ് പിന്നീട് മൂക്കുതല എന്ന പേര് വന്നതെന്ന് പഴമക്കാർ പറയുന്നു. ഗുരുവായൂരിൽ നിന്നും 25 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. അതായത് കുന്നംകുളം എടപ്പാൾ റൂട്ടിൽ ചങ്ങരംകുളം എന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലേക്കാണ് മൂക്കുതല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാമൃത്പുരേശസ്യ ക്ഷേത്രേശ മുഖ്യം മഹോദാര ക്ഷേത്രേശ. സ്വയംഭൂ ആയുള്ള പരബ്രഹ്മ ശക്തിയാണ് ഇവിടെ. അതായത് 33 കോടി ദേവന്മാരുടെയും ചൈതന്യം ആവാഹിച്ചിട്ടുള്ള ഒരു ചൈതന്യ സ്രോതസ്സാണ് ഇവിടെ കുടികൊള്ളുന്നത്. മഹാശോകനാശം ഗണേശം നമാമി മഹാഭദ്രമാതാവരയിലെ. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവിടം. സത്യത്തിൽ ഇവിടെ പ്രതിഷ്ഠയില്ല, ബലിക്കല്ലുകളില്ല, ഉപപ്രതിഷ്ഠകളില്ല, ഉപദേവന്മാരില്ല, ഉത്സവമില്ല, കുട്ടില്ല, ചുറ്റമ്പലമില്ല, മറ്റ് മണികുട്ടി പൂജയില്ല. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മൂക്കുതല ഭഗവതി ക്ഷേത്രം. പ്രസാധീശമുഗ്രം ജ്വലന്തം ദിഗന്തം ദിനാധീശ കോടി പ്രഭാസം. ജ്ഞാനപ്പാന എഴുതിയ പൂന്താന നമ്പൂതിരിക്ക് കവിത്വം ലഭിച്ചത് ഇവിടുത്തെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. ഹരേ ഭീഷണാകാര ഭക്താർത്തിഹന്ത്രി ഹരേ ശക്രലോകേശ ഗൗരീശ. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് മുക്തി ലഭിച്ച് സ്വർഗാരോഹണം ചെയ്തതും ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നു. മഹാവിഷ്ണു. വഴ എന്നു പേരുള്ള അത്ഭുത വൃക്ഷങ്ങൾ തഴച്ചു വളരുന്ന ഈ കൊടും കാട്ടിന്റെ നടുവിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വഴവൃക്ഷത്തിന്റെ ഒരു ഇല കയ്യിൽ കൊണ്ടു നടക്കുന്നത് ദേവി ഭാഗവതം കയ്യിൽ കൊണ്ടു നടക്കുന്നതിന് തുല്യമാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. നവരാത്രിയാണ് ഇവിടെ പ്രധാനം. മറ്റ് ഉത്സവങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. സദാനന്ദ ഗോവിന്ദമാദ്യം. കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതിഹ്യമാലയിൽ മൂക്കോല ക്ഷേത്രങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരിക്കൽ ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ ദേശാടന കാലത്ത് ഇവിടെ കണ്ട ചൈതന്യത്തിന്റെ വസ്തുത അറിയാനായി അദ്ദേഹം ഇവിടെ വന്ന് തപസ് ചെയ്യുകയുണ്ടായി. തപസ്സിന്റെ അന്തരം മഹാ തേജസ്വിയായിട്ടുള്ള ദുർഗാ ഭഗവതി പ്രത്യക്ഷപ്പെടുകയും ആ തേജസ്സിനെ കീഴേക്കാവിൽ ശങ്കരാചാര്യർ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നിട്ടും ആ തേജസ് ഒട്ടും തന്നെ കുറയാതെ വന്നപ്പോൾ പിന്നീട് അദ്ദേഹം ആ തേജസ്സിൻ്റെ ശക്തി എന്തെന്നറിയാൻ വീണ്ടും തപസ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് ഭദ്രകാളി രൂപമാണ്. ആ ഭദ്രകാളിയെ കണ്ണങ്കാവ് ക്ഷേത്രത്തിനടുത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീടും ആ രൂപത്തിന് ചൈതന്യത്തിന് യാതൊരുവിധ മങ്ങലും ഏൽക്കാതെ വന്നപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ ഭയാനക രൂപമുള്ള നരസിംഹത്തെ ആരാധിക്കുകയും ഈ ചൈതന്യത്തിൽ നിന്ന് നരസിംഹത്തെ ആവാഹിച്ച് പടിഞ്ഞാറ് വശത്ത് കൊളഞ്ചേരി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ
പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നിട്ടും ഈ രൂപത്തിന്, ഈ ചൈതന്യത്തിന് യാതൊരുവിധ ഭാവവ്യത്യാസവും വന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വൈഷ്ണവ ശക്തിയോ ദേവീശക്തിയോ അല്ല. അങ്ങനെ അദ്ദേഹം ശൈവശക്തിയായിട്ടുള്ള ശിവനെ ആരാധിക്കുകയും രൗദ്രഭാവത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ആ ചൈതന്യത്തെ അദ്ദേഹം രക്തേശ്വരം എന്നുള്ള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നിട്ടും ഈ ചൈതന്യത്തിന് യാതൊരു കുറവും വരാതെ വന്നപ്പോൾ വൈഷ്ണവ ശൈവ ശക്തികളിൽ നിന്നുള്ള ശാക്തേയമായിട്ടുള്ള ശാസ്താവിനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ശാസ്താവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ ശാസ്താവിനെ ഒരു ക്ഷേത്രത്തിൽ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നിട്ടും ഈ ചൈതന്യത്തിന് യാതൊരു കുറവും വന്നില്ല. അപ്പോഴാണ് ശങ്കരാചാര്യർക്ക് ഒരു കാര്യം മനസ്സിലായത്. തൻ്റെ തപശക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ചൈതന്യമാണ് ഇവിടെ കുടികൊള്ളുന്നതെന്ന്. അതായത് പ്രപഞ്ചശക്തിയായ പരബ്രഹ്മമാണ് ഇവിടെ കുടികൊള്ളുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം തപസ് മതിയാക്കി പോകുകയാണ് ചെയ്തത്. ഞങ്ങൾ മൂക്കുതലക്കാർക്ക് കാശിയിലും മൂകാംബികയിലും പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയാറ്. പോകാൻ പാടില്ല എന്നല്ല, പോകേണ്ട ആവശ്യമില്ല എന്ന്. അതായത് കാശിയിലും മൂകാംബികയിലും കുടികൊള്ളുന്ന ചൈതന്യം തന്നെയാണ് ഇവിടെ മൂക്കൊലക്ക അമ്മയായിട്ട് ഉള്ളത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് 84 പ്രദക്ഷിണം വയ്ക്കൽ. 84 പ്രദക്ഷിണം വെച്ച ശേഷം ദേവിയെ പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യം നടക്കുമെന്നാണ് വിശ്വാസം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് മൂക്കോലക്കല്ല്. ദേവിയുടെ ചൈതന്യം കുളികൊള്ളുന്ന ഭാഗത്ത് ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ നിന്ന് എല്ലാ ദിവസവും ഒരു കല്ല് കിട്ടും. ആ കല്ല് പൂജാമുറിയിൽ വയ്ക്കുന്നതും അല്ലെങ്കിൽ മാലയായി കഴുത്തിൽ ധരിക്കുന്നതും വളരെയധികം ഗുണമുണ്ടാകും എന്നാണ് വിശ്വാസം. മൂക്കോലക്കല്ല് ആവശ്യമുള്ളവർ ക്ഷേത്രം കൗണ്ടറിൽ പൈസ അടച്ചാൽ അത് നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2032 വരെ ബുക്കിംഗ് കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശിവൻ സഖേ വിജയ തിമ സകല പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന വഴ എന്ന അപൂർവ ഇനം മരം ഈ ക്ഷേത്ര കാട്ടിനുള്ളിൽ ഇഷ്ടംപോലെ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നത് കാണാം. നൂറുകണക്കിന് മരങ്ങളാണ് ഈ കാട്ടിനുള്ളിൽ ഇങ്ങനെ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് മുക്തി ലഭിക്കാനായി മൂക്കോലക്കാവിലമ്മയെ ഭജിച്ച് ഇവിടെ ഭജനമിരിക്കുന്ന സമയത്താണ് പ്രസിദ്ധമായ ശ്രീപാദസപ്തതി എന്ന മഹാകാവ്യം എഴുതിയത്. ദേവിയുടെ പാദാരവിന്ദങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള മഹാകാവ്യമാണ്, കീർത്തനമാണ് ശ്രീപാദസപ്തതി. സകല ഗുണ ശിവൻ സഖേ വിജയ ശിവ
സകല ഗുണ ഗുണധാമൻ സ്വാഗതമോ സുധാമൻ ഗുണധാമൻ സ്വാഗതമോ സുധാമൻ ഗുണധാമൻ സ്വാഗതമോ സുധാമൻ ഗുണധാമൻ സ്വാഗതമോ സുധാമൻ സോവൻ ത്രിജഗദഭിരാമൻ വണങ്ങിടും